സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്കേറെ സുപരിചിതരാണ് അനാമികയും വിഷ്ണുവും. കഴിഞ്ഞ വർഷം ഇരുവരുടെയും വിവാഹം നടന്നത് വലിയ വാർത്തയായിരുന്നു. ജീവമാതാ കാരുണ്യ ഭവനിലെ നടത്തിപ്പുകാരിയായ ഉദയഗിരിജ തൻ്റെ മകൻ വിഷ്ണുവിനെ കൊണ്ട് അവിടുത്തെ അന്തേവാസിയായിരുന്ന അനാമികയെ വിവാഹം കഴിപ്പിക്കുകയായിരുന്നു. ആ നല്ല മനസ്സിനെയും അനാമികയെ സ്വീകരിക്കാൻ കാണിച്ച വിഷ്ണുവിൻ്റെ മനസ്സിനെയും പ്രശംസിച്ച് മലയാളികൾ ഒന്നടങ്കം രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ മലയാളികളെ ഏവരെയും ഞെട്ടിക്കുന്ന വാർത്തയാണ് കുറച്ച് ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തിടെയാണ് വിഷ്ണുവിനും അനാമികയ്ക്കും ഒരു പെൺകുഞ്ഞ് ജനിച്ചത്. കുഞ്ഞിന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും അന്ന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ വിഷ്ണുവും അമ്മയും പറഞ്ഞിരുന്നു. എന്നാൽ ഏറെ വൈകാതെ 4ാമത്തെ ദിവസം സിസേറിയനായിരുന്ന അനാമിക ഡിസ്ചാർജ് ചെയ്ത് കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലും എത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നിരവധി ആളുകളും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും ചില സംശയങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയത്. കാരണം ഒക്ടോബറിലായിരുന്നു അനാമിക വിഷ്ണു ദമ്പതികളുടെ വിവാഹം നടന്നത്. ജൂണിൽ 7 മാസം പൂർത്തിയായപ്പോഴാണ് കുഞ്ഞ് പിറന്നത്. വിവാഹം നടക്കുമ്പോൾ അനാമികയ്ക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂവെന്ന് അന്ന് വിഷ്ണുവും ഉദയഗിരിജയും പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിവാഹം നടക്കുന്ന സമയത്ത് 3 മാസം അനാമിക ഗർഭിണിയായിരുന്നുവെന്ന വാദങ്ങളാണ് ചില ആളുകളും യൂട്യൂബർമാരും ഉന്നയിച്ചത്. അങ്ങനെയാണെങ്കിൽ അന്തേവാസിയായി താമസിക്കുന്ന സമയത്ത് അനാഥാലയത്തിൽ വെച്ച് പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ അനാമിക പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് നിരവധി ആളുകളും വെളിപ്പെടുത്തിയത്. ആ അനാഥാലയത്തിലെ അന്തേവാസികളായ മറ്റു പെൺകുട്ടികളുടെ ജീവിതത്തെക്കുറിച്ചും ആളുകൾ ആകുലതകൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ആദ്യമൊക്കെ ഇതിനെതിരെ വിമർശനം വന്നെങ്കിലും ഇപ്പോൾ പോലീസ് തന്നെ ഈ കേസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ അനാമിക അനാഥാലയത്തിൽ വെച്ച് പീഡനത്തിന് ഇരയായി എന്ന് പോലീസും സ്ഥിരീകരിക്കുന്നു. ഇതിനെപ്പറ്റി നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പഠിച്ചതിനു ശേഷമാണ് ഇങ്ങനെയൊരു കേസ് എടുത്തിരിക്കുന്നത്. അനാമികയുടെ ഭർത്താവായ വിഷ്ണുവിനും അമ്മയ്ക്കുമെതിരെയാണ് പോക്സോ കേസ് ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഈ വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ് മലയാളികൾ. ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ തന്നെ ഉദയഗിരിജ ചില വീഡിയോയുമായി രംഗത്തെത്തിയിരുന്നു. അതിനൊക്കെ എക്സ്പ്ലനേഷനും അവർ വീഡിയോയിലൂടെ നൽകിയിരുന്നു. കുഞ്ഞിന് വെയിറ്റ് കുറവാണെന്ന് ഇവർ പറയുന്നുമുണ്ടായിരുന്നു. കുഞ്ഞിന് 1,900 മാത്രമാണ് വെയിറ്റെന്നും അതുകൊണ്ട് ഇതുവരെ കുളിപ്പിച്ചിട്ടു കൂടിയില്ലെന്നും ഉദയഗിരിജ പറഞ്ഞിരുന്നു. എന്നാൽ പ്രസവ സമയത്ത് ഇവർ ചെയ്ത റീലിൽ കുഞ്ഞിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് നേഴ്സിനോട് ചോദിക്കുമ്പോൾ 2,500 വെയിറ്റ് ഉണ്ടെന്ന് നേഴ്സ് പറയുന്ന വീഡിയോ ഇവർ തന്നെ മുൻപ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇവർക്ക് തന്നെ വിനയായിരിക്കുകയാണ്. അതിനുശേഷമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉദയഗിരിജ മറ്റൊരു വിവാഹം കഴിച്ച് വാർത്തയും പുറത്തു വന്നത്. അതും ഏറെ സന്തോഷത്തോടെയായിരുന്നു മലയാളികൾ സ്വീകരിച്ചത്. വിവാഹശേഷം അനാമികയും വിഷ്ണുവും യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാം പേജുമൊക്കെ തുടങ്ങി സോഷ്യൽ മീഡിയയിൽ സജീവമാവുകയായിരുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെ വീഡിയോകൾ പങ്കുവയ്ക്കുകയും തങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ദമ്പതിയെ വരവേറ്റതിൻ്റെ ഉൾപ്പെടെ വീഡിയോകൾ ഇവർ പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ വർഷമായിരുന്നു വിഷ്ണു അനാമിക വിവാഹം. 4 വർഷം മുമ്പായിരുന്നു ജീവമാതാ കാരുണ്യ ഭവനിൽ അനാമിക എത്തിയത്. അനാമിക കുഞ്ഞായിരുന്നപ്പോൾ അമ്മ മരിച്ചിരുന്നു. അച്ഛൻ മറ്റൊരു വിവാഹവും കഴിച്ചു. അമ്മാമ്മയായിരുന്നു അനാമികയെ വളർത്തിയത്. എന്നാൽ അമ്മാമ്മയ്ക്ക് വയ്യാതായതോടെ അനാമികയെ ശിശുക്ഷേമ സമിതി കാരുണ്യ ഭവനിൽ എത്തിക്കുകയായിരുന്നു. ഒരു ദിവസം സ്കൂൾ വിട്ട് വന്ന അനാമിക കരയുന്നത് ഉദയഗിരിജയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒപ്പം മറ്റുള്ളവരുടെ അമ്മയും അച്ഛനും സ്കൂളിൽ വരുന്നുണ്ടെന്നും തനിക്ക് ആരുമില്ലെന്നും പറഞ്ഞ് അനാമികയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇത് കേട്ട ഗിരിജ അവളെ ചേർത്ത് പിടിച്ച് വർഷങ്ങൾക്കിപ്പുറം മകൻ്റെ ഭാര്യയാക്കി എന്നൊക്കെയായിരുന്നു കഥകൾ പുറത്തു വന്നത്. എന്നാൽ ഈ വാർത്ത കേട്ട മലയാളികളും ഒന്നടങ്കം ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ്. ക്രൂരതയുടെ മറ്റൊരു മുഖമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല ഗർഭിണിയാക്കി മുങ്ങുക എന്നതായിരുന്നു വിഷ്ണുവിൻ്റെ ലക്ഷ്യമെന്നും എന്നാൽ ആളുകൾ അടുത്തുകൂടി പ്രശ്നമുണ്ടാക്കിയത് കൊണ്ടാണ് അനാമികയെ വിവാഹം കഴിച്ചതെന്നുമുള്ള തരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും പോലീസ് കേസ് എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ നിർണായക വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്.